ഹായ് ഫ്രണ്ട്സ്, ആരമ്മ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഞങ്ങളിന്ന് കാണിക്കാൻ വന്നിരിക്കുന്നത് ഒരു ഫെലനോപ്സിസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്, ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ്. ഇതൊക്കെ നമുക്കിപ്പോൾ ഫെലനോപ്സിസിൽ ഇപ്പം ഫ്ലവർ വന്ന് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിൽ സിംഗിൾ സ്പൈക്ക്, ഡബിൾ സ്പൈക്ക് അങ്ങനെയാണ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് പ്ലാന്റ്സ് അതൊക്കെയാണ്. അപ്പോൾ നല്ല വലിയ ഹെൽത്തി ആയിട്ട് നല്ല സൈസുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് ഫ്ലവറുള്ള പ്ലാന്റ്സിലുള്ളത്. സ്പൈക്ക് വന്ന് നിൽക്കുന്ന പ്ലാന്റ്സ് ഒക്കെ അങ്ങനത്തെ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ബഡുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും കിട്ടും. പല പല കളേഴ്സിലുള്ള ബഡുള്ള പ്ലാന്റ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. എന്നിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം വന്നിട്ട് ഫെലനോപ്സിസിൻ്റെ നമ്മുടെ മീഡിയം പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് ഏതാണ്ട് ഒരു 10-12 കളർ അടുപ്പിച്ച് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. എല്ലാ പ്ലാന്റിൻ്റെ സൈസ് ആയിട്ടാണ് ഞാനിപ്പോൾ ഈ പ്ലാന്റിൻ്റെ വീഡിയോ കാണിക്കുന്നത്. പ്ലാന്റിൻ്റെ സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മീഡിയം പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പോട്ടോട് കൂടി തന്നെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് ഡസ്റ്റി ബെല്ലെ എന്നുള്ളൊരു പ്ലാന്റിൻ്റെ ലീഫാണ്. അത് നോക്കുവാണെങ്കിൽ അറിയാം, ഒരു ലീഫിൽ തന്നെ ഒരു ഡോട്ടായിട്ട് ഉള്ള ഒരു വെറൈറ്റി കളറാണ്. സാധാ ലീഫ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ സാധാ ലീഫ് ഈ പച്ച കളറാണെങ്കിൽ ഡസ്റ്റി ബെല്ലയുടെ ലീഫ് വേറൊരു വെറൈറ്റിയാണ്. ഡോട്ടായിട്ട് ഉള്ള ഒരു ലീഫാണ് ഡസ്റ്റി ബെല്ലയ്ക്കുള്ളത്. അപ്പോൾ ഏതാണ്ട് ഒരു പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഏതാണ്ട് ഇതിന് ഒരു വർഷം അടുപ്പിച്ച് പ്ലാന്റ് പ്രായമായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഒരു 10 മുതൽ 1 വർഷം വരെ പ്ലാന്റ് ഏജ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഏതാണ്ട് ഒരു 6 മാസം നമ്മൾ നന്നായിട്ട് വളവും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ്, ഗ്രോത്തിനുള്ളതും ഒക്കെ കൊടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ബഡ് പെട്ടെന്ന് തന്നെ വരുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ പ്ലാന്റിൻ്റെ സൈസാണ് ഇത്. അതിൻ്റെ തന്നെ പല പല കളേഴ്സാണ് ഇവിടെ ഉള്ളത്. ഇത് നോക്കുവാണെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ പാനിൻ്റെ സൈസ്. നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ലാസ്റ്റ് ഞാൻ അവൈലബിൾ ആയിട്ടുള്ള 12 കളേഴ്സിൻ്റെയും ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കോഡ് കാണാൻ പറ്റും. PS എന്നുള്ള ഒരു കോഡ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ആ കോഡ് നിങ്ങൾ ഇപ്പോൾ മേടിക്കാൻ ആഗ്രഹമുള്ളവർ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റൊക്കെ അയച്ചു തന്നു. നമ്മൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് പ്ലാന്റിൻ്റെ നമ്പർ PS55 എന്നുള്ളത് എലാസ്റ്റിക് ലവ് എന്നുള്ള പ്ലാന്റാണ്. PS60 എന്നുള്ളത് ഫ്രീ റൈഡ് എന്നുള്ള പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഓർഡർ ചെയ്യാം കേട്ടോ. പിന്നെ DTDC കൊറിയർ വഴിയാണ് അയക്കുന്നത്. നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ ചെയ്യുന്നുണ്ട്. പിന്നെ സ്പീഡ് പോസ്റ്റ് ആണോ വേണ്ടത്, DTDC ആണോ വേണ്ടത് എന്ന് ഓർഡർ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുക. കാരണം ചിലർക്ക് വീട്ടിലായിരിക്കും ഡെലിവറി വേണ്ടത്. അപ്പോൾ DTDC നമുക്ക് നിങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതലും DTDC കൊറിയർ അയക്കുന്നത്. കാരണം DTDC കൊറിയർ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ പ്ലാന്റ് കയ്യിൽ കിട്ടും. മാക്സിമം കേരളത്തിനുള്ളിലല്ല, കേരളത്തിന് പുറത്തേക്കുള്ളതിൽ ഞങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സ്പീഡ് പോസ്റ്റ് ആണ്. DTDC അവിടെയൊക്കെ സർവീസ് വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ സ്പീഡ് പോസ്റ്റ് ആയിരിക്കും അയക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം കൊറിയർ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു അൺബോക്സിങ് വീഡിയോ ഒന്ന് എടുത്ത് വയ്ക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ പ്ലാന്റ് അയക്കുമ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് അയക്കുന്നതിന് മുന്നേ എന്തായാലും ഒരു വീഡിയോ മാക്സിമം ഞാൻ അയക്കുന്നുണ്ട്. ഞങ്ങൾ അയക്കുന്ന പ്ലാന്റിൻ്റെ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്പീഡ് പോസ്റ്റ് ആണെങ്കിലും DTDC ആണെങ്കിലും കൊറിയർ അയക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അത് എന്തെങ്കിലും ഡാമേജ് ചിലപ്പം അവർ അത്ര നമ്മൾ ലൈഫ് പ്ലാന്റ് എന്നൊക്കെ എഴുതിയാലും ചിലപ്പോൾ അത്ര കെയറൊന്നും അവർ ചിലപ്പം കൊടുക്കാത്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് കൊറിയർ ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഉറപ്പായിട്ടും പ്ലാന്റ് കിട്ടുമ്പോഴത്തേക്കും ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വയ്ക്കുക. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ റീഫണ്ടോ അല്ലെങ്കിൽ വേറെ പ്ലാന്റ് അയച്ചാൽ, അല്ലെങ്കിൽ ആ പ്ലാന്റിന് നിങ്ങൾക്ക് എന്താണ് ഇനി അത്ര കുഴപ്പമില്ല ഉഷാറാക്കി എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്താണ് അടുത്ത് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ എനിക്ക് ആ അൺബോക്സിങ് വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സഹായം എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് മാക്സിമം ഒന്ന് അൺബോക്സിങ് വീഡിയോ പ്ലാന്റ് എടുത്ത് വയ്ക്കാൻ നോക്കുക. ഓക്കെ, അതൊന്ന് എനിക്ക് അയച്ചു തരുവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് അടുത്ത ഒരു സൊല്യൂഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും.
ഇപ്പോൾ ഈ വന്ന മീഡിയം പ്ലാന്റ്സ് ആണെങ്കിലും നിങ്ങൾ ഉടനെ ഒന്നും റിപ്പോർട്ട് ചെയ്യുകയോ ഒന്നും വേണ്ട. ഇപ്പോൾ ഈ പ്ലാന്റൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ പ്ലാന്റിനെ ഇപ്പോൾ റിപ്പോർട്ട് ആയിട്ടില്ല, കാരണം അതിനുള്ള ഗ്രോത്ത് ഇതിനകത്ത് ആയിട്ടില്ല. നല്ല ഫ്രഷ് റൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. കണ്ടോ, നല്ല പച്ച നല്ല ഫ്രഷ് റൂട്ടാണ് ഇതിനകത്തുള്ളത്. ഈ പോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇളക്കേണ്ട ആവശ്യമില്ല. ഇത് കൂടുതൽ കൊക്കോപീറ്റ് ഇട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പ്ലാന്റിനെ അങ്ങനെ വേറൊരു പോട്ടിലേക്ക് ഇറക്കി ഹാങ് ചെയ്തിടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക്, ഒരു 6 മാസം കഴിഞ്ഞ് കുറച്ച് പ്ലാന്റ് ഒരു ഉഷാറായി എന്ന് തോന്നുമ്പോൾ മാത്രം നിങ്ങൾ വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്രയ്ക്കും അതുവരെ വളരാനുള്ള സ്പേസ് ഈ പോട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതിന് നമ്മൾ ഫെലനോപ്സിസിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് കൊക്കോ ചിപ്സാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെള്ളം അധികം എല്ലാ ദിവസമൊന്നും ഇതിന് വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോക്കുക ഇതിനകത്തുള്ള കൊക്കോ ചിപ്സിൽ വെള്ളമുണ്ടോ, നല്ല നനവുണ്ടോ, ഡ്രൈ ആണോ എന്ന് നോക്കി മാത്രം നിങ്ങൾ ഫെലനോപ്സിസിന് വെള്ളം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് നല്ല ഒരു ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വളർന്നു കിട്ടും. കൂടുതൽ വെള്ളം ഒരിക്കലും ഫെലനോപ്സിസിന് കൊടുക്കരുത്. അതുമാത്രമല്ല, ഫെലനോപ്സിസിന് കൊടുക്കുമ്പോൾ രാവിലെ മാത്രം വെള്ളം കൊടുക്കുക. വൈകുന്നേര സമയങ്ങളിലൊന്നും നിങ്ങൾ ഒരു കാരണവശാലും ഫെലനോപ്സിസിന് വെള്ളം കൊടുക്കരുത്. എന്തെങ്കിലും കാരണവശാൽ കൂടുതൽ സമയം ഈ ഭാഗത്തായിട്ട് വെള്ളം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞ്, കാരണം ഇതുപോലത്തെ ഇലക്കവിളുകളിൽ വെള്ളം നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവിടെ തന്നെ വെള്ളം നിന്ന് പെട്ടെന്ന് ചീച്ചിൽ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് മാക്സിമം നോക്കുക കേട്ടോ. അപ്പോൾ ഒരു കാരണവശാലും വൈകുന്നേരം ഒന്നും വെള്ളം കൊടുക്കുക. നിങ്ങൾ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുകയാണെങ്കിലും വൈകുന്നേരം കൊടുക്കരുത്, രാവിലെ തന്നെ കൊടുക്കുക. കാരണം രാവിലെ ഒരു 8 മണിക്ക് മുന്നേക്ക് ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് നനച്ചൊക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത് വരുന്ന ചൂടുണ്ടല്ലോ, അടുത്ത ചൂടുള്ള വെയിലിൽ ഇതിനകത്തുള്ള എല്ലാ വെള്ളവും വറ്റിപ്പോയതിനു ശേഷം നല്ല രാത്രി ആകുമ്പോഴത്തേക്കും പ്ലാന്റ് നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമേ നിങ്ങൾ വെള്ളം കൊടുക്കാവൂ. അതുകൊണ്ടാണ് മിക്കവരുടെയും ഫെലനോപ്സിസ് ഒക്കെ ചീഞ്ഞു പോകാനുള്ള കാരണം കൂടുതൽ അതാണ്. പിന്നെ ഇതിനകത്ത് ഞങ്ങൾ ഫംഗിസൈഡായിട്ട് കൂടുതലും കൊടുക്കുന്നത് സ്യൂഡോമോണാസ് ആണ്. സ്യൂഡോമോണാസും കൊടുക്കാം, പിന്നെ അല്ലെങ്കിൽ സാഫും കൊടുക്കാം. സ്യൂഡോമോണാസ് ആണെങ്കിൽ ലീഫൊക്കെ പാടോ കാര്യങ്ങളൊന്നും വരില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. സാഫ് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു ബ്ലൂ കളർ ആയതുകൊണ്ട് ഈ ലീഫിലൊക്കെ ഒരു പാട് വരാൻ ചാൻസ്, ആ നീല കളർ പൗഡറിന്റെ പാട് വരാൻ ചാൻസ് കൂടുതലാണ്. അതുമാത്രമല്ല, സ്യൂഡോമോണസ് ആണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. കോള് എപ്പോഴും വിളിച്ചാൽ ചിലപ്പോൾ എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ കുറേ കോൾസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഇപ്പോഴാണ് തുടങ്ങിയതെങ്കിലും ഞങ്ങൾക്ക് നേരത്തെ സെയിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് നല്ല ബിസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടാൽ എന്തായാലും നോക്കിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർത്ത് തരുന്നതായിരിക്കും. ഓർഡർ എടുക്കാനാണെങ്കിലും വിളിച്ച് കൺഫേം ചെയ്യണമെന്ന് ആവശ്യമില്ല. ഞങ്ങൾക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടുവാണെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴും അത് കണ്ട് റിപ്ലൈ തരാൻ പറ്റും. അത് കറക്റ്റായിട്ട് ഞാൻ റിപ്ലൈ കറക്റ്റായി കൊടുക്കാറുണ്ട്, എത്ര തിരക്കാണെങ്കിലും കൊടുക്കാറുണ്ട്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഇതിൻ്റെ റേറ്റാണ്. ഈ റേറ്റ് നമ്മൾ ഫെലനോപ്സിസ് പ്ലാന്റ്സ് അധികം ആരും വാങ്ങിക്കാത്തതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റാണ്. ഇതിന് കുറച്ച് റേറ്റ് കൂടിയ പ്ലാന്റ്സ് ആണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്തുണ്ടാകുന്ന ഒരു ഫ്ലവർ ഒരു പ്രാവശ്യം വിരിഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്ട് 3 മാസം മുതൽ 6 മാസം വരെ ചില ഫ്ലവേഴ്സ് നിൽക്കും എന്നുള്ളത്. മിനിമം ഒരു 3 മാസമെങ്കിലും നമ്മുടെ പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ ലൈഫ് നമുക്ക് കിട്ടും. അതാണ് ഈ ഫെലനോപ്സിസ് ഓർക്കിഡ്സിൻ്റെ തന്നെ മെയിൻ ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള കാരണം. അതാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും നമുക്ക് ഫ്ലവേഴ്സിനെ കാണാൻ പറ്റും. എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു ഇതാണ്. കാരണം ഒരു പ്രാവശ്യം ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഉടനെ തന്നെ അത് പൊഴിഞ്ഞു കഴിയാനാകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത സീസണിനുള്ള ഒരു ഫ്ലവർ സ്പൈക്ക് വരാൻ തുടങ്ങും. അപ്പോൾ അതാണ് മെയിൻ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മറ്റുള്ള ചെടികളെക്കാളും നമുക്ക് ഓർക്കിഡ്സിന് കുറച്ച് വില വ്യത്യാസം തോന്നുന്നത് അതുകൊണ്ടാണ്. അപ്പം അത് നമ്മൾ കെയർ ചെയ്യുന്ന അനുസരിച്ച് അത് പൂ തന്നുകൊണ്ടിരിക്കും. നമ്മൾ എത്രത്തോളം അതിനെ സ്നേഹിക്കുന്നു അത്രത്തോളം അവർ നമുക്ക് ഫ്ലവേഴ്സ് തന്നുകൊണ്ടേയിരിക്കും. അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് ഇപ്പോൾ ഈ പ്ലാന്റ്സ് 6 മാസത്തിനുള്ളിൽ ഫ്ലവർ ചെയ്യുന്ന ഈ മീഡിയം സൈസ് പ്ലാന്റ്സ് ഒരു പ്ലാന്റിന് 325 രൂപ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. 325 രൂപ. ഇതിൽ 5 പ്ലാന്റ് ഒന്നിച്ചെടുക്കുവാണ്, കോംബോ ആയിട്ട് എടുക്കുവാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റിന് 300 രൂപ എന്നുള്ള രീതിയിലാണ്
കൊടുക്കുന്നത്. അപ്പോൾ 5 പ്ലാന്റിന് 1500 രൂപ പ്ലസ് ഡെലിവറി ചാർജ് വരും. കാരണം ഈ പോട്ട് ഉൾപ്പെടെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയും പോട്ട് പാക്ക് വലുതായിരിക്കും, കൊറിയർ ചാർജിൽ വ്യത്യാസം വരും. ഞങ്ങൾ മുന്നൊരു ബാൻഡേഡ് വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ പ്ലാന്റ്സ് കുറേ പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ അയച്ചു കൊടുത്തു. നന്നായിട്ട് പ്ലാന്റ്സ് കിട്ടിയെന്ന് പറഞ്ഞ് കുറേ പേര് കമൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ വീണ്ടും കുറച്ച് പുതിയ സ്റ്റോക്ക് വന്നതിൽ വിരിഞ്ഞിരിക്കുന്ന ഫ്ലവേഴ്സാണ്. അപ്പോൾ വാൻഡാസും നമുക്ക് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ കാറ്റലോഗ് നമ്മുടെ പ്രൊഫൈലിലുണ്ട്. വാട്സാപ്പ് നോക്കുവാണെങ്കിൽ നമ്പർ വാട്സാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റലോഗ് കാണാൻ പറ്റും. അപ്പോൾ കാറ്റലോഗ് വഴി വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ് ഓർഡർ ചെയ്യാം. എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പറയുവാണെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ അപ്ഡേറ്റ് തരാം. ഏതെങ്കിലും പ്ലാന്റ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിലോ മറ്റോ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. പ്ലാന്റസൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഫെലിനപ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കമൻറ്റ് വഴി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പൂക്കളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഓഫേഴ്സ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ അറിയാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു സെയിൽ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.